മാവോയിസ്റ്റ് ഭീകരൻ മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിൽ എൻഐഎ റെയ്ഡ്. കാക്കനാട് തേവയ്ക്കലിലെ വീട്ടിലാണ് റെയ്ഡ്. അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? അനു, 3.5 മണിക്കൂർ പിന്നിട്ട പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ 6:00 കൂടിയാണ് ഇവിടെ എൻഐഎ സംഘം, തെലങ്കാനയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തുന്നത്. 6:30 എത്തി. അതിനുശേഷം മുരളി കണ്ണമ്പിള്ളി അന്വേഷണ സംഘത്തെ അകത്തേക്ക് കയറ്റിയില്ല. അദ്ദേഹം ഈ അഭിഭാഷകനുമായി സംസാരിച്ചതിന് ശേഷം അകത്തേക്ക് കയറിയാൽ മതി, അതിൻ്റെ അഭിഭാഷകനെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്വേഷണ സംഘം ഉടൻ തന്നെ ഈ പൂട്ട് പൊളിച്ചതിന് ശേഷം അകത്തേക്ക് കടക്കുകയായിരുന്നു. ആ സമയം മുതലുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വിശദമായൊരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് രാജ്യത്തെ വിവിധ മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണവും പരിശോധനകളും തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും നിരവധി മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് മുരളി കണ്ണമ്പിള്ളി. മാത്രമല്ല, മഹാരാഷ്ട്ര ATS ഭീകരവിരുദ്ധ സേന നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിന് ശേഷം ഈ തേവയ്ക്കലുള്ള മകന്റെ വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഇതിനിടയിലാണ് വിവിധ മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ATS-ഉം ദേശീയ അന്വേഷണ ഏജൻസിയും എല്ലാം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ 2 മാവോയിസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലാവുകയും അവർ ഇപ്പോൾ റിമാൻഡിൽ തുടരുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ഇപ്പോൾ കൃത്യമായി തന്നെ റെയ്ഡുകളും പരിശോധനകളും നടക്കുന്നത്. ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനോ ഉള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ പിടിയിലായിട്ടുള്ള മറ്റ് മാവോയിസ്റ്റ് അംഗം സഞ്ജയ് ദീപക് റാവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കാരണം പശ്ചിമഘട്ട മേഖലയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് സഞ്ജയ് ദീപക് റാവു ആയിരുന്നു. ഈ സഞ്ജയ് ദീപക് റാവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ആളാണ് ഇപ്പോൾ ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന മുരളി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് തേടേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിലെ ചിലരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്. പുലർച്ചെ രാവിലെ 6:30 തന്നെ ഈ പരിശോധനകൾ ആരംഭിച്ചു. പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രാഥമികമായ വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മാവോയിസ്റ്റ് ഭീകര സംഘങ്ങളിൽ ആരെല്ലാമായിട്ടാണ് ഈ അടുത്ത സമയങ്ങളിൽ പോലും ബന്ധം പുലർത്തിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ NIA സംഘം ചോദിച്ചറിയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ലഘുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയുള്ള ആശയവിനിമയങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിശദമായ ഒരു പരിശോധനയും റെയ്ഡും തന്നെയാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിന്നുള്ള ദേശീയ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനു.